ഹായ്, വെൽക്കം ഓൾ. ഐ എം നിഷ. നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണ്. പ്രൊജക്റ്റ് എക്സ്റ്റേണൽ വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലേ? ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുക മൈ സെൽഫ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കരുത്. ഞാൻ പലരും കേട്ടിട്ടുണ്ട് മൈ സെൽഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കരുത്. മൈ നെയിം ഇസ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറ്? മൈ നെയിം ഇസ് എന്നല്ലേ. അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങുക. മൈ നെയിം ഇസ് എന്നാ പറയുക. അപ്പം എൻ്റെ പേര്, ഞാനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് വിചാരിച്ചോളൂ. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പറയും മൈ നെയിം ഇസ് നിഷ ശശികുമാർ. ഐ എം സ്റ്റഡിയിങ് ഇൻ ദ 3rd year of BCom. മൈ സ്പെഷ്യലൈസേഷൻ ഏരിയ ഈസ് ഫിനാൻസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. ആൻഡ് മൈ ഫാദർ ഈസ് ഫാമർ, അല്ലെങ്കിൽ മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ. ഐ കംപ്ലീറ്റഡ് മൈ സ്കൂൾ. എവിടെ സ്കൂൾ കഴിഞ്ഞ് എന്നുള്ള വേർഡ്, ആ സ്കൂളിൻ്റെ പേര് നമ്മൾ പറയുക. മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോബീസ്, നമുക്ക് അറിയാവുന്ന ഹോബീസ് കേട്ടോ. നമുക്ക് അറിയാത്ത ഹോബീസ് നമ്മൾ പറയണ്ട, നമുക്ക് അറിയാവുന്ന ഹോബീസ് നമ്മൾ പറയാം. നമുക്ക് ചിലപ്പോൾ അറിയുന്നത് നമ്മൾ നന്നായിട്ട് പാട്ട് പാടുമായിരിക്കാം. സോ ടെൽ ഐ സിങ് വെരി നൈസ്ലി. ഐ ലവ് ലിസണിങ് മ്യൂസിക്. ഐ ലവ് ഗാർഡനിങ്. ഓക്കെ, ഇതൊക്കെ പറയാം. ചിലപ്പോൾ ചിലർ റീഡിങ് ബുക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പുസ്തകമേ വായിക്കുന്ന ആളാവില്ല. എന്നിട്ട് നമ്മളോട് ഒരു ഓഥറിൻ്റെ പേര് പറയാൻ പറയുക. അവരുടെ ഒരു റൈറ്റ്, ഇപ്പോൾ വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഇന്ന ബുക്കാണ് വായിക്കുക, ഇന്ന ഓഥറിനെയാണ്, അവർ ലേറ്റസ്റ്റ് ഇന്നതാണ് വായിച്ചിട്ട് ചോദിച്ചാൽ മാത്രമേ അതൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. നിങ്ങൾ മൈ നെയിം ഇസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. ഐ എം ഡൂയിങ് മൈ 3rd year എന്ന് പറഞ്ഞിട്ട് അത് പറയാം. ഐ കംപ്ലീറ്റഡ് മൈ സ്കൂൾ ഇൻ ദ ഇയർ, ഇന്ന ഇയറിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. സ്കൂളിൻ്റെ പേര് പറയാം. എന്നിട്ട് മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ പ്രൊജക്റ്റ് എന്നായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യുവർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായി, കാര്യങ്ങൾ ഈസിയായി. മൈ നെയിം ഇസ് നിഷ ശശികുമാർ. ഐ എം ഡൂയിങ് മൈ 6th SEM BBHRM ആൻഡ് ആസ് പെർ മൈ സെമസ്റ്റർ guidelines I have done a project. The title of my project is എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് പറയാം. A study on the impact of artificial intelligence among സ്റ്റുഡൻസ്, അല്ലെങ്കിൽ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ChatGPT എന്നാണോ നമ്മുടെ ടൈറ്റിൽ, ആ ടൈറ്റിൽ നമ്മളവിടെ ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റിലേക്ക് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പ്രൊജക്റ്റ്. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് ആരുടെ കയ്യിലുണ്ടായിരിക്കും? എക്സ്റ്റേണൽ വൈവോസിന് വന്നിട്ടുള്ള സാറിൻ്റെ കയ്യിലോ മാഡത്തിൻ്റെ കയ്യിലോ ഉണ്ടായിരിക്കും. അവരത് മറക്കാൻ തുടങ്ങും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് അവർ ആ പേജുകൾ ഇങ്ങനെ മറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ മുഴുവനും ഏതിൽ നിന്നാണ്? പ്രൊജക്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്താണ് പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിഷാസ് ഓൺലൈൻ അക്കാഡമി ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ഇടും വേണം. ഓക്കെ, താങ്ക് യു.